രണ്ട് കുഴി കുത്തി ഈ വാഴക്കണ്ണൊക്കെ നടാൻ പറഞ്ഞാൽ ആര് കേൾക്കാനാ? നീ പിന്നെ സംവിധാനം പഠിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടാൻ തീരുമാനിച്ചാണോ? ബ്ലോക്കിൽ നീ വാഴവിത്ത് കൊണ്ടുവച്ചിട്ട് 2 ആഴ്ചയായി. നിനക്ക് ഒന്ന് കുഴിച്ചു വെച്ചൂടെ? ഒരു തൊപ്പിയും വെച്ചിരിക്കുന്നു. ഇത് സംവിധായകന്റെ തൊപ്പിയാണ്, അല്ലാതെ വാഴ നടുമ്പോൾ വെക്കുന്ന പാളത്തൊപ്പിയല്ല. ഒരു വാഴയ്ക്ക് വളരാൻ നിങ്ങൾ എന്തുമാത്രമാണ് ചെലവാക്കുന്നത്? ഒരു കലാകാരന് വളരാൻ നിങ്ങൾ എന്ത് വാഴയ്ക്കാണ് ചെലവാക്കുന്നത്? എടാ 2 കൊല വിറ്റ കാശാ നിന്റെ തലയിൽ ഇപ്പൊ ഈ തൊപ്പിയായിട്ടിരിക്കുന്നേ. പിന്നെ കൊല എടുത്ത് തലയിൽ വെക്കാൻ പറ്റുമോ? കലയെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൊലയെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ കൊല നടക്കും. എന്തെന്നാ പറഞ്ഞത്? അപ്പൻ എന്നെ കൊല്ലൂന്ന്. ഇതുപോലെ കുഴികൂത്താൻ പറഞ്ഞിട്ട് കേൾക്കാത്തനാ പണ്ട് മൂത്തവനെ ഞാൻ കെട്ടിയിട്ട് തല്ലിയത്. അതോടാ മോൻ ഒളിച്ചോടി പോയില്ലേ? എന്നിട്ട് അപ്പം പഠിച്ചാ പണിയെടുക്കാൻ എന്നെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ പണി നോക്കി പോട്ടോ. അവനോടൊന്നും പറയണ്ട. അവനെ കൊണ്ട് ഈ കുടുംബത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും വേണ്ട. ഇവനെയൊക്കെ 10 മാസം ചുമന്നു പറ്റതൊക്കെ വെറുതെയാ. അമ്മച്ചി എപ്പോഴെപ്പോഴും ഇങ്ങനെ 10 മാസത്തിന് കണക്ക് പറയല്ലേ? അമ്മച്ചി ഒരു കാര്യം ചെയ്യ്, ഈ കൊട്ടലേക്ക് കയറിയിരിക്കെ. എന്നിട്ട് ഞാൻ എന്റെ അമ്മച്ചൻ ചുമന്നുകൊണ്ട് ഒരു 12 മാസം ഇങ്ങനെ നടക്കാം. എന്നിട്ട് ആ കണക്ക് അങ്ങോട്ട് വീട്ടാ പലിശ അടക്കാം. വേറെ ഒന്നും വേണ്ട, അധ്വാനമുള്ള കൃഷിപ്പണി നീ ചെയ്യണ്ട. എന്റെ കപ്പ്യാരുപണി എങ്കിലും ഏറ്റെടുത്ത് നിനക്കൊന്ന് നടത്തുകൂടെ? എന്ത് ഒരു സംവിധായകനായി ഞാൻ വെളുപ്പിന് പോയി മണിയമ്മ കിടന്ന് തൂങ്ങണമെന്നോ? അപ്പനത് എന്നോട് പറയുന്നത് എങ്ങനെ ധൈര്യം തോന്നി? സൂം ലെൻസും ബ്ലോക്ക് ലെൻസും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ ഞാനിത് കിടന്ന് പെടാപ്പാടുപെടാ. അതിന്റെ ഇടയിൽ അപ്പം കപ്പ്യാരുപണിയായിട്ട് വരില്ലേ? വേണ്ട, നീ ഒരു പണിക്കും പോകണ്ട. നീ ഇങ്ങനെ സിനിമയെന്നും സീരിയലും എന്നൊക്കെ പറഞ്ഞു കുടുംബം മുടിച്ച് നടന്നു. ഞാൻ ചത്താലും എന്റെ ചാവുമണി അടിക്കാൻ പോലും നീ പോകരുത്. എന്റെ കർത്താവേ, ഇങ്ങനെ പാഴ്വിത്തിന് നട്ടുവളത്തിന്റെ പ്രായച്ചിത്തമായി ഞാൻ ഏതെങ്കിലും പൊട്ട കണ്ടിട്ട് ചാടിച്ചാവും. നോക്കിക്കോ. അമ്മച്ചിക്ക് അറിയോ സിനിമയ്ക്ക് വേണ്ടി കടവും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്ന വില്യം ഫ്രീ സ്ക്രീനിന്റെ കഥ? അമ്മച്ചന്റെ സംവിധാനം ഫ്രീസ് ആക്കല്ലേ? എന്റെ സംവിധാനത്തിന് മുഴുവൻ കോഴിക്കാട്ടമായി. എന്റെ അളിയ, എത്രയും പെട്ടെന്ന് നല്ലൊരു കാര്യം ഉണ്ടാക്കി പെങ്കൊച്ചിനെ കെട്ടിച്ചയക്കുന്നതാ നല്ലത്. മണ്ടത്തരം പറയാതോടോ. ചെറുക്കന്റെ വീട്ടുകാർ നാട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയതാണെന്ന് അറിയില്ലേ? 1-2 കൊല്ലം അങ്ങോട്ട് പോട്ടെ, അപ്പോഴേക്കും നാട്ടുകാർ ഇതൊക്കെ മറക്കും. വെള്ളം ഒഴിച്ചിട്ടില്ല, നീ വേറെ അതെ. അതിനല്ല എട്ടിച്ചായ, ഞാൻ അവിടെ മനസ്സ് ചോർത്തിയെടുത്തു. പോയ സ്ഥലമൊക്കെ അവളെന്റെ അടുത്ത് പറഞ്ഞു. വേറെ ഡ്യൂപ്ലിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല. ആ ചെറുക്കൻ ടൗണിൽ സൈക്കിൾ ചവിട്ടിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയതാ. ഈ ഭ്രാന്തിനൊക്കെ ചികിത്സിക്കുന്ന സൈക്കിൾ ചവിട്ടിസ്റ്റേ. അപ്പൊ ആ കുഞ്ഞാടിന് ഭ്രാന്തുണ്ടോ? ഒരു കാര്യം പറഞ്ഞേക്കാം, അവനെ മനസ്സിൽ നിന്ന് വേരോടെ അങ്ങ് പിഴുത് കളഞ്ഞേക്ക്. അതാ നിനക്കും അവന് നല്ലത്. അല്ലെങ്കിൽ എന്റെ തല്ലുകൊണ്ട് അവൻ വഴി കിടന്ന് ചാകും. തിരിച്ചടിക്കില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ തല്ലുന്നത് അത്ര വലിയ ആണത്തൊന്നല്ല. ഇനി ഇച്ചാൻ അവനെ തല്ലിക്കൊന്നാലും കുറച്ചു കാലം കഴിഞ്ഞ് എല്ലാം മറന്ന് ഞാൻ വേറൊരുത്തന്റെ കൂടെ പോർക്കൊന്നും വിചാരിക്കണ്ട. എവള് സ്ഥിര സീരിയല് കാണുന്നുണ്ട്. ഇത്ര നേരായിട്ടും അപ്പനെ കാണാനില്ലല്ലോ സോളമ. ഇനി പറഞ്ഞ പോലെ വല്ല അബദ്ധവും കാണിച്ചോ? ചുമ്മാ വേണ്ട, അതിനും പറയാതിരി. ആ ടോർച്ച് എടുത്ത് കിണറിന്റെ ഭാഗത്തൊന്ന് നോക്കിയ സോളമ. പറഞ്ഞ കേട്ടില്ലടി, പോയി നോക്കൂ. ചേട്ടനോടല്ലേ പറഞ്ഞേ? നിങ്ങള് പുലി പോലത്തെ 3 പെണ്ണുങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഈ രാത്രിയിലെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ ഇരുട്ടത്ത് പോയി നോക്കണോ അല്ലേ? നിങ്ങളെ ആളുകൾ കൊള്ളാലോ. വാ അമ്മച്ചി, നമുക്ക് പോയി നോക്കാം. അത് ശരി, അപ്പൊ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകാനുള്ള പരിപാടിയാ? എല്ലാവരുടെ അപ്പനാവുമ്പോ ഒരുമിച്ച് പോയാ മതി, അതാണ് മര്യാദ. ഇവരെന്താ ഒറ്റയ്ക്കാക്കി എന്നെ പാഠം പഠിപ്പിക്കുക? പ്രത്യേകിച്ച് രാത്രിയില് നമ്മൾ എവിടെ പോയാലും ഫാമിലി ആയിട്ടേ പോകാവൂ. ഒരു അക്ഷരം മിണ്ടരുത് നീ. കല്ലുമ്മ തട്ടി മുഖം അടിച്ചോണ എന്റെ അമ്മച്ചേ അങ്ങനെ മിണ്ടാമോ? കഷ്ടം. ഒന്ന് മിണ്ടാതിരിക്കേട്ടാ. ആ ടോർച്ച് ഒന്ന് ശരിക്കടിച്ചേ. അപ്പാ അപ്പാ, ആരൊക്കെ വന്നിരിക്കണേ നോക്കിയേ. അമ്മച്ചി, അപ്പനെ കിണറ്റിലില്ല. നമുക്ക് അമ്മയുടെ കിണറ്റിലൊന്ന് പോയി നോക്കിയാലോ? അടിയിലെ ദൂരം വഴി അങ്ങോട്ട് പോയിണ്ടെങ്കിലോ? അമ്മച്ചി, അപ്പൻ കിണറ്റിലുണ്ട്. താഴേക്ക് പോയിട്ടില്ല, തൂങ്ങിക്കിടക്ക. സിസിലി, നീ ചായപ്പിന്ന വട കൊടുത്തിട്ടോ? അമ്മച്ചിക്ക് അറിയില്ല, ഒന്നും പറ്റിയിട്ടില്ല. അപ്പാ സൂക്ഷിച്ച് പിടിവിടല്ലേ, വടം എല്ലാം ഇറക്കി തരാം. അമ്മച്ചി ഇങ്ങനെ കരയില്ലേ? മാറി പോരട്ടെ. അപ്പനെന്താ ഭാര? എന്താ? ഞങ്ങളുടെ അപ്പ കെട്ടിപ്പോയി. അപ്പൊ ഞാനാരാ? അതാ അപ്പൻ കരയില് നിക്കണു. അപ്പൊ അപ്പൻ ചാടിയില്ലേ? എന്താ ചാറണോ? വേണ്ട, അപ്പൊ കിണറ്റി കിടക്കണ അപ്പനെ ഏതാണാവോ? ആരായാലും പിടിച്ചു കയറണ്ട. അപ്പാ അല്ല, ആരാ?
പിടിച്ചോ. പിടിച്ചേറ്റ് പപ്പം താഴെ പോവല്ലേ. പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പ് അല്ല. കിണറ്റിൽ വീണ താങ്കളുടെ ജീവൻ രക്ഷിച്ച ആൾക്കാരായി നിൽക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാൻ തന്നെയാ. ഇവിടെ എങ്ങും കണ്ടിട്ടുള്ള ആളല്ലല്ലോ. എങ്ങനെയാ കിണറ്റ് വീണത്? എങ്ങനെയാ വീണതെന്ന് വീണ്ടും കാണിച്ച ആള് തട്ടിപ്പോവില്ല അപ്പ. ആട്ടെ, കിണറ്റിന് നടുവിലൂടെ എവിടേക്കാ നടന്നു പോയത്? ഒട്ടനാണോ ഭ്രാന്തനാണോ? നമ്മള് സൂക്ഷിക്കേണ്ട ആളാണ് ടപ്പാ. എന്താ പേര്? വെസ്കണുവിന്റെ നാട് എവിടെയാ? ആൾക്ക് വിശക്കണമെന്നാ പറഞ്ഞത്. ആ ചോറെടുത്ത് കൊടുക്കടി. ബൈ ദ ബൈ, കിണറ്റിനടിയിൽ ഓക്സിജൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. വിളമ്പി കൊടുക്കാൻ പറ്റി. ഭക്ഷണം കഴിപ്പ് കണ്ടിട്ട് കിണറ്റില് കഴിഞ്ഞ ആഴ്ച വീണാന്ന് തോന്നണു. അപ്പം വല്ലതും കഴിച്ചാർന്നോ? നമ്മുടെ പശുക്കൾ ഇന്ന് പട്ടിണിയാവുതിരിക്കും ഉറപ്പായി. അതുകൾക്കുള്ള കഞ്ഞി കാടികളൊക്കെ നമ്മളെടുത്ത് കുടിക്കൂലോ. അതുങ്ങളത് വൈകിട്ടേ കുടിച്ചടാ. വല്ലാത്ത ചതിയായി പോയി. ഇവിടെ ഇങ്ങനെ ഇരുത്തിയാ മതിയാ, എഴുന്നേപ്പിച്ച് വിടണ്ടേ? അതെ, എങ്ങോട്ടാ പോകണ്ടേ? 5 പേർക്കുള്ള ചോറ് ഒറ്റയ്ക്ക് കയറ്റിയതല്ലപ്പാ, ഭാരുണ്ടാവും. തീരെ വയ്യ. ഈ അവസ്ഥയിൽ വിട്ട വല്ല വഴിയിലും മറിഞ്ഞുകൊണ്ട് കിടക്കും. പാവം, ഈ വരാന്ത തന്നെ കിടന്നോട്ടെ. രാവിലെ എഴുന്നേറ്റ് പോക്കോളും. പുറത്ത് നല്ല കാറ്റായതുകൊണ്ടാട്ടോ വരാന്ത കിടത്തുന്നേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിച്ചു എന്ന് വിചാരിക്കല്ലേ. അയ്യോ, തല വെക്കാനായിട്ട് അടുത്ത റെയിൽവേ പാളയിലുള്ളൂ അപ്പാ. സിസിലി, ഒരു തലേനെ എടുത്തു കൊടുക്ക. ഓ, അതാണ്. ആരാണാവോ? എന്താ ഇരുട്ട്. കിടന്നോളൂ, ഞാൻ കിടന്നോന്ന് കൂടെ കിടന്ന് നോക്കിയതാ. ചേട്ടൻ കാര്യം. ചേട്ടാ എഴുന്നേറ്റ്. എന്താടി? ഇന്നലെ കിണറ്റിൽ വീണ ആളല്ലേ? അയ്യോ, അയാൾ പിന്നെ വീണ? അതല്ല, അയാൾ ചേട്ടന്റെ ബ്രഷ് എടുത്ത് പല്ലി വെക്കുന്നു. കർത്താവേ, അയക്കൊന്നും പറ്റല്ലേ. എന്റെ സ്വന്തം ബ്രഷാ, തേച്ചോളൂ. വെച്ചോളൂ, എന്നും തേക്കുമ്പോ എന്നെ ഓർത്താ മതി. ഈ നേരായിട്ട് ഇയാള് പോയില്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞുവിട്. ആനെ കുളിയും കഴിഞ്ഞ